ആ അതെ അത് അവിടെ. വാ നോക്കിയടാ, ഇത് ഭംഗിയാ, നോക്കിയേ. ഇതേ നോക്ക്, ഇത് കാണാനാണ് നമ്മൾ വന്നത്. നല്ല ഭംഗിയുണ്ട്. ആ കുട്ടി അത് നോക്കിയടാ. പോവാ നമുക്ക്. ആ ചേട്ടന് മനസ്സിലായി ഞാൻ ഇറങ്ങിയ മുങ്ങിഭൂതമാ. അപ്പം ആ ചേട്ടൻ മാറി. നമ്മൾ ഈ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും നടന്ന് നമ്മളിവിടെ എത്തിയത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അതേ നമ്മളിവിടെ അടുത്ത സ്ഥലത്ത് വന്നിട്ട് നമ്മളിവിടെ ഇരിപ്പായി. കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ജ്യൂസൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. നമുക്ക് വിശക്കണില്ല, നമുക്ക് ദാഹിക്കുകയാണ് ചെയ്യണത്. വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്കിൽ കാണാൻ പോകും. അപ്പോൾ ഞാനിത് ആദ്യം വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് മഞ്ഞാണെന്ന് വിചാരിച്ചേട്ടാ. മഞ്ഞിൻ്റെ മേലെയാണ് ഈ വെള്ളം ഉള്ളതെന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇത് മഞ്ഞല്ല എന്നുള്ളത്. ഇത് കാൽസ്യം ഉണ്ടല്ലോ, ഇതെന്തോ മിനറൽസൊക്കെയുള്ള വാട്ടറാണ് വരുന്നത്. അപ്പോൾ ഈ അതിലത്തെ മിനറൽസും കാൽസ്യം ഒക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി, മെയിനായിട്ട് കാൽസ്യം അടിഞ്ഞു കൂടിയിട്ടാണ് ആ സംഭവം ഭയങ്കര വൈറ്റായത്. അപ്പോൾ സൺസെറ്റിൻ്റെ സമയത്ത് ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ സൺസെറ്റിൻ്റെ ടൈമിൽ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം കുറച്ച് നേരം വൈകിട്ടാണ് അവിടെ സൺസെറ്റ് ഉള്ളത്. അപ്പോൾ അത് കാരണം അത്രയും നേരം ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ സ്ഥലം പാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ പാട്ട് കണ്ട സമയത്ത് പണ്ട് ഞാൻ വിചാരിച്ചത് ഇവർ മഞ്ഞിൻ്റെ മേലെ നിന്നിട്ടാണ് ഡാൻസ് കളിക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ വരാൻ സാധ്യതയില്ല, എന്നാൽ പിന്നെ ഇതൊരു എഡിറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അയ്യോ, നടക്കുമ്പോഴേ കാലുമൊക്കെ കുത്തുക ഈ സാധനം. എവിടെ ഇറങ്ങാ? ഇങ്ങോട്ട് വാ, ഈ വഴി കൂടെ ഇറങ്ങാം. അവിടെ ചവിട്ടിയ വഴി കൂടാ. നല്ലതാട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കാലുമ്പോ മറ്റെന്തോ ഒരു സംഭവം അങ്ങനെ ചെയ്യില്ല. എന്നിട്ട് അക്കുപഞ്ചറോ അങ്ങനെ ഇവിടെ ഇരിക്കുക അല്ലേ. വാ, നല്ല സുഖമുണ്ട്. ഇറങ്ങണ അത് ഇരിക്കണ അടിപൊളി. ആ കൂട്ടു കാലിവിടെ വയ്ക്ക്. ജം വാ, ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കും, ഇപ്പുറത്ത് ഇരിക്കുക. അവിടെ നനവല്ലേ. നല്ല ഫോൾസ് ഉണ്ട്. നല്ല അടിപൊളി കേട്ടോ. കുറച്ചും കൂടി വെയിൽ മങ്ങിങ് സൺസെറ്റൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല അടിപൊളിയാണ്. എന്താടാ വഴുക്കുക? ആ ഉള്ളിൽ വഴുക്കല, ഉള്ളിൽ പിന്നെ വെള്ളം വീണ് ഇതിൽ കണ്ടത് ഈ സംഭവമൊക്കെ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം. വെള്ളം വീണ് ആ വെള്ളത്തിൻ്റെ ആ ഒരു കാൽസ്യമാണ് അതിലിങ്ങനെ പറ്റി പിടിച്ചിരുന്നിരുന്നാണ് ഈ സംഭവം മുഴുവൻ ഇതുപോലെ ആയതെന്നാണ് പറഞ്ഞത്. നല്ല സുഖം കാലിന്. ഓ നനഞ്ഞു, ഡ്രസ്സ് നനയണോ? ഇനിയും കയറ്റി വയ്ക്കേണ്ടി വരും ഡ്രസ്സ്. അയ്യോ എൻ്റെ ഡ്രസ്സ് നനഞ്ഞു.
ഓ, ഇത് കാണാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. തന്നെ പോവല്ല. ഇതില് കണ്ട, ഇത് ഭയങ്കര എന്താ പറയാ, കാണുമ്പോ നമുക്ക് പഞ്ഞി വെച്ചേക്കണ പോലെ ഇരിക്കും, പഞ്ഞി കെട്ട് പോലെ ഇരിക്കില്ലേ കാണുമ്പോ. പക്ഷെ എന്ത് ഭംഗിയല്ലേ കാണാൻ, കുത്തി വെച്ച പോലെ ഉണ്ട്. അതങ്ങനെ ഈ നാച്ചുറലായിട്ട് വന്നതാന്നുള്ളത് നമുക്ക് പറഞ്ഞാലേ നമുക്ക് എന്താ പറയാ വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം നോക്കിയത് കാണുമ്പോ കാണാൻ പറ്റുന്നുണ്ടോ? അമ്മേ എന്ത് ഇതാ. ഞാൻ ഇവിടെ ഇരിക്കട്ടെ കുറച്ച്. അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല കേട്ടോ, നമുക്കിതിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല ഇതിൽ ചില സ്ഥലത്തൊക്കെ സ്ലിപ്പാവും നമുക്ക്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാൻ. അപ്പോൾ നമുക്ക് പതുക്കെ നടന്ന് താഴെ വരെ നടന്ന് എത്തുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം എടുക്കും. പിന്നെ ഇവിടെ നമുക്ക് ഇതിൽ നടക്കുമ്പോൾ ഷൂ ഒന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചേട്ടൻ്റെ കയ്യിലൊക്കെ ബാഗ്. അപ്പോൾ എല്ലാവരും ഷൂ എല്ലാം ആ ബാഗിലാക്കിയിട്ടാണ് അതും കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കയറ്റി വെച്ചോ കുട്ടൂസ്. വഴുക്കോ? എന്തിനാ? ആര് വീഴും? കാല് പോയി. ഈ സൈഡിലേക്ക് വന്ന അടിക്കൽ പോണ്ട, സൈഡിൽ ഭയങ്കര കുത്തുക. ഇത്തിരി സിമെന്റ് ഇട്ടൂടെ അവർക്ക്? ഇത് നാച്ചുറലാണ്. നമ്മൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഈ ബ്രൗൺ കളർ കുറച്ച് സ്ഥലത്തൊക്കെ വൈബ്രേഷൻ ഉണ്ട്, തെന്നുണ്ട് നമ്മള്. ആ ചേട്ടന് മനസ്സിലായി ഞാൻ ഇറങ്ങിയ മുങ്ങിഭൂതമാ. അപ്പൊ ആ ചേട്ടൻ മാറി. പറ്റണില്ല. നമ്മള് ഈ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും നടന്ന് നമ്മളിവിടെ എത്തിയത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നുന്നു, പോവാനേ തോന്നണില്ല തിരിച്ച്. നമ്മളിതിപ്പോൾ ഈ വഴി പോണ കണ്ട ആൾക്കാർ ഇതുകൂടെ പോയി ഇങ്ങനെ ഇറങ്ങി താഴെ നമുക്ക് സിറ്റിയിലേക്ക് പോകാൻ പറ്റും. നമ്മൾ മേലെ നിന്നാണ് വന്നത്, ഇനിയിപ്പോൾ താഴേക്ക് നമുക്ക് ഇറങ്ങിയിട്ട് പോവാ. നോയോ അങ്ങോട്ട് പോയോ? നല്ല ബ്ലൂ കളർ വാട്ടർ. ഇതിൻ്റെ അടിയിൽ മുഴുവൻ ചുണ്ണാമ്പാ. എല്ലാവരും മേത്തൊക്കെ തേച്ച്, കുറേ പേര് മേത്തൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ച് അതിന് ശേഷമാണ് അവർ ഈ വെള്ളത്തിൽ തന്നെ കുളിക്കണത്. അത് കണ്ടിട്ട് അവിടെ അപ്പുറത്ത് നിന്നിട്ട് കുട്ടൂസ് കുറച്ച് ചുണ്ണാമ്പൊക്കെ ഇട്ട് കാലിന് തയ്ക്കണ്ടായിരുന്നു. അടിപൊളി. ആളൊന്നുമില്ലാത്ത കാരണം നമുക്കിങ്ങനെ നടക്കാം. കുറേ എല്ലാവരും ഇതുപോലെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോ സൈഡിലുണ്ട് കേട്ടോ. എല്ലാത്തിലും ഇരുന്ന് ആൾക്കാർ കുളിക്കുക. നിങ്ങൾക്ക് അപ്പോൾ ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടെങ്കിൽ വന്നോളൂ. നല്ല അടിപൊളി സ്ഥലം.
കണ്ട ഇതിങ്ങനെ വരുമ്പോൾ കണ്ട കലങ്ങി കലങ്ങി വരുന്ന കണ്ടോ, കണ്ട വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം. ഇപ്പം നല്ല പാലിൻ്റെ കളറായത്. ഇതിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടാണ് ഈ സ്റ്റോണെല്ലാം ഈ കളറായി മാറണത്. അപ്പം എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? ആ നനഞ്ഞു, അവൻ നനഞ്ഞു. വാ വാ കയറിക്കോ. നല്ല സുഖമില്ലേ കൊണ്ടുപോയിറങ്ങാൻ? ഞാനാണെങ്കിൽ ഇന്ന് ഹോട്ടലിൽ മറ്റേ സ്പാ അല്ലല്ലോ, ടർക്കിഷ് ബാത്ത്, മസാജ്, അതൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് പോകുമ്പോൾ 8 മണിക്ക് നമ്മളവിടെ എത്തില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളത് വിളിച്ച് ക്യാൻസൽ ചെയ്തു. പോകുമ്പോൾ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓ, ഇവിടെ സൺസെറ്റ് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അല്ലേ? റോഡ് തിരി വീട്ടിൽ പോവാ. പോണ്ടേ? ഹോട്ടലിൽ പോണ്ടേ? എന്താ? ആര്? ഞാനാ? അമ്മേ ഇവിടെ സ്ലിപ്പാവണ്ട് കേട്ടോ, സ്ലിപ്പാവണ്ട്. നീ എൻ്റെ ബാക്കിൽ വാ, അല്ലെങ്കിൽ ഈ വഴി വാ, ഈ വഴി വാ. നീ റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റിലേക്ക് വാ. ഈ സൈഡിൽ ഇങ്ങോട്ട് എൻ്റെ ബാക്കിൽ കൂടെ, കറക്റ്റ് ബാക്കിൽ വാ. ഒരു പോട്ടെ. എടുക്കട്ടോ, പോകോ. ആ ബെഞ്ചിൽ പോയിരുന്നു എന്നിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ നടന്നെത്തി. ഇവിടെ അതേ കണ്ട ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബെഞ്ചിലിരുന്ന് കുറച്ച് നേരം കാറ്റ് കൊണ്ട് നമ്മുടെ കാലുണക്കിയതിന് ശേഷം ഷൂ ഒക്കെ ഇട്ടിട്ട് നമുക്ക് പോവാം. പക്ഷെ ഇത്ര നേരം നടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നണില്ല. ഇല്ലല്ലോ? ഉണ്ടാ കുട്ടൂസിന് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് പോയപ്പോൾ നടന്നിട്ട് നമുക്ക് വെള്ളം നനച്ചു ആരെങ്ങാണ്ട്. ഇരിക്കെ, ഇവിടെ ഇരിക്കേ. അങ്ങനെ കാലുണങ്ങിയത് 2 മിനിറ്റ് പോലും ആയില്ല, 1 മിനിറ്റില്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഒരു ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ. ഇനി ഞങ്ങൾ ഷൂ ഒക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് താഴെ ഇറങ്ങി പോയിട്ട് ഭക്ഷണം. നീ ഇവിടെ ഭയങ്കര കാറ്റിട്ട് ആ വെള്ളം മുഴുവൻ മേത്തേക്ക് തെറിക്കണ. പിടിച്ച പിന്നെ നല്ല സുഖം. കാലുണങ്ങിയതായിരുന്നു, പിന്നെയും നനയാണ്. ഞാൻ അവസാനിപ്പിച്ചു.